കോൺഗ്രസ് നയിക്കുന്ന ഐക്യമുന്നണി ഏത് കാലത്തും ഇത്തരമൊക്കെ തന്നെയുള്ളത്, അത് എന്നും അനൈക്യ മുന്നണിയാണ്. കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ച് അവരുടെ ഈ ഖദർ കുപ്പായത്തിൽ പൊടി പറ്റാതെ, ദേഹത്ത് ചെളി പറ്റാതെ വളരെ സൂക്ഷിച്ച് കരുതലോടുകൂടി പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ ദേഹം നോവുന്ന ഒരു സമരത്തിന് അവരെ പ്രതീക്ഷിക്കേണ്ട, ഖദർ വേഷത്തിൽ പൊടി പറ്റുന്ന ഒരു സമരത്തിൽ അവരെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അതീവ ദുർബലമാണ്. പ്രത്യേകിച്ച് താഴെ തട്ടിൽ, നമ്മൾ തൃണമൂല തലത്തിൽ തുടങ്ങില്ലേ, ഗ്രാസ് റൂട്ട് ലെവലിൽ ആ കോൺഗ്രസ് തീരെയില്ല എന്ന് തന്നെ പറയുന്നു. അതിന് ചരിത്രപരമായ കാരണങ്ങൾ വേറെ ഉണ്ട്. കെ കരുണാകരൻ DIC ഉണ്ടാക്കി പാർട്ടിയിൽ നിന്ന് സലാം പറഞ്ഞു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പ്രവർത്തകർ പോയി, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. കരുണാകരനും മകനുമൊക്കെ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഈ പോയ പ്രവർത്തകർ ആ വഴി പോയി. അവർ ഒന്നുകിൽ പൊതുപ്രവർത്തനം നിർത്തിപ്പോയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേക്കേറി വെച്ചു. ഇതാണ് സത്യത്തിൽ കോൺഗ്രസിൻ്റെ അടിത്തറ തകർത്ത ഒരു സംഭവം. ആ ഒരു ദൗർബല്യത്തിൽ നിന്ന് പാർട്ടിക്ക് ഇതുവരെ കരകയറാൻ പറ്റിയിട്ടില്ല. KPCCക്ക് പ്രസിഡന്റുമാർ മാറി മാറി വന്നു. തെന്നല ബാലകൃഷ്ണപിള്ള മാറിയിട്ട് മുരളീധരൻ വന്നു, മുരളീധരൻ മാറിയിട്ട് ചെന്നിത്തല വന്നു, ചെന്നിത്തല മാറിയിട്ട് വീണ്ടും നമ്മുടെ VM സുധീരൻ വന്നു, സുധീരന് ശേഷം മുല്ലപ്പള്ളി രാമേന്ദ്രൻ വന്നു, മുല്ലപ്പള്ളിക്ക് ശേഷം അതെ ഇപ്പോൾ സുധാകരനിലെത്തി നിൽക്കണം. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഈ സംഘടനാപരമായ ദൗർബല്യം പരിഹരിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ തവണയും KPCC പുനഃസംഘടിപ്പിക്കുമ്പോൾ, DCCകൾ പുനഃസംഘടിപ്പിക്കുമ്പോൾ ജംബോ കമ്മിറ്റികളാണ് വരുന്നത്. ഇപ്പോൾ എറണാകുളം DCCക്ക് എൻ്റെ പഞ്ചായത്തിൽ, എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തിൽ നിന്ന് 4 ജനറൽ സെക്രട്ടറിമാരുണ്ട്. ഒരു പഞ്ചായത്തിൽ നിന്ന് DCCക്ക് 4 ജനറൽ സെക്രട്ടറി ഉണ്ടാവുമെന്ന് വെച്ചാൽ രംഗമൊന്ന് ആലോചിച്ച് നോക്കും. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു വലിയ ദൗർബല്യം. അപ്പോൾ ഈ പാർട്ടിക്ക് ദിശാബോധം ഇല്ലാതായിരിക്കുന്നു. അത് ഏതാണ്ട് നാഥനില്ല കളരിയായിട്ട് മാറിയിരിക്കുന്നു. പിന്നെ നേതാക്കന്മാർ തമ്മിൽ ഇപ്പോൾ ഭരണം അടുത്ത് എത്തി എന്നൊരു തോന്നലുള്ളതുകൊണ്ട് ഇതിപ്പോൾ ഒന്നും ചെയ്തില്ല, ഇവർ വീട്ടിലിരുന്നാലും നല്ലവരായ നാട്ടുകാരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്ന് പ്രതീക്ഷയുള്ളവരുണ്ട്. ഭരണത്തിനെതിരായിട്ടൊരു വലിയ സമരം നടത്താനുള്ള ശേഷിയോ ജനപിന്തുണയോ മറ്റ് പണം ഒന്നുമില്ല. അങ്ങനെ സമരം ചെയ്യാനൊന്നും പറ്റുകയില്ല, കതറും പൊടി പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്നൊരു സംവിധാനമുണ്ട്. അങ്ങനെയാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ സംഭവിച്ചത്. അതുപോലെ ജനങ്ങൾ അവരൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് ഇടതുപക്ഷ സർക്കാരിനെ ഇനി കെട്ടുകെട്ടിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്ന രീതിയിൽ കോൺഗ്രസിനും UDFനും വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ച് അവരുടെ ആവശ്യമായിട്ട് ഭൂരിപക്ഷം കിട്ടും എന്ന പ്രതീക്ഷ വെച്ച് കൊടുക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ ഒരു മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും എന്നാണ് ഇപ്പോൾ ഓരോ നേതാക്കന്മാരും ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിയാകാനായിട്ട് 1/2 ഡസൻ ആളുകളെങ്കിലും ഉണ്ട്. നമ്മൾ പുറമേക്ക് 2 പേരെ കാണുന്നുള്ളെങ്കിൽ കേന്ദ്രത്തിൽ പിടിപാടുള്ളവരുണ്ട്. പിന്നെ മത ജാതി സമുദായ സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പിടിച്ചു കയറാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഈ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഭാഗ്യാന്വേഷികൾ എല്ലാവരും തന്നെ വിഷ്ഫുൾ തിങ്കിങ്ങിൻ്റെ ആൾക്കാരാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് നമ്മളെ ജയിപ്പിക്കും. ജനങ്ങളുടെ ആവശ്യമാണ്, ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് നമ്മളെ ജയിപ്പിക്കുക. അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമ്പോൾ പിന്നെ നമ്മൾ ഇന്ന ഇതിൽ ചെയ്യും. ഇതാണ് ഇവരുടെ ചിന്താഗതി. അപ്പോൾ അങ്ങനെ ഈ പണ്ടാരണ്ട് പറഞ്ഞോട്ട് 10,000 പേരും ചാക്കി കുത്തും, അമ്മ വയ്ക്കും, ഞാനും ഉണ്ണും. അങ്ങനെ ഉണ്ണാൻ തയ്യാറായിട്ട് ഇലയൊക്കെ മുറിച്ചിട്ടിരിക്കുകയാണ് ഓരോ നേതാക്കന്മാരും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് ഘടകകക്ഷികളുടെ കാര്യം പറയാതിരിക്കുക ഭേദം. അപ്പോൾ ഇങ്ങനെ ഒരു പരിണതിയിലേക്ക് UDF പോയിരിക്കും. ഇതാണ് ഇവിടെ കാണുന്ന ഒരു കാഴ്ച.